അമേരിക്കക്കാരൊരു ഗതികേട്. ഇങ്ങനെയുള്ള ഒരു ഭ്രാന്തനെയാണല്ലോ തെരഞ്ഞെടുത്തിക്കണെന്നുള്ളത് വല്ലാത്ത ഗതികേട് തന്നെയാണ് മക്കളെ നിങ്ങളെ കാര്യം. തനി ഭ്രാന്തനാണ് എന്ന് ഒന്നുകൂടി തെളിയിച്ചു. റൊണാൾഡ് ജെ ട്രംപ് ട്വീറ്റ് ചെയ്തുകൊണ്ട് തന്റെ ഫോട്ടോ ദിവ്യശക്തിയാൽ ആകാശത്തുനിന്ന് വരികയും ബാക്കുന്നതാക്കണ അവനക്ക് പിശാച്ചിന്റെ സപ്പോർട്ടാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ പിശാച്ചുകള് അത് ഇസ്രായേലാകാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാല് നെതന്യാഹും അവന്റെ ബാക്കിയൊക്കെ പിശാച്ചുക്കളാണല്ലോ. ഇവനാണെങ്കിലോ ഇപ്പൊ പുണ്യാളനാകാണ്. എന്താ കാരണം? കുറെ എഫ്സ്റ്റീൻ ഫയലിൽ ഇങ്ങനെ അമർന്ന് കിടക്കാണ് എഫ്സ്റ്റീൻ ഫയല്. ആ എഫ്സ്റ്റീൻ ഫയലിൽ കുറെ പെൺകുട്ടികളെ ചെറിയ കുട്ടികളെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്ഷണാക്കി കഴിച്ചിട്ടുണ്ട്, അറുകൊല നടത്തിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുന്ന ഒരു ജഡ്ജിയാണ് പെണ്ണ്. ആ പെണ്ണിനെ ഇപ്പൊ ഇതിന്റെ അടിയിൽ വെച്ച് മാറ്റിക്കളഞ്ഞു. കാരണം ആ പെണ്ണായതുകൊണ്ട് ഒരു പെൺകുട്ടികളെ വേദന പെട്ടെന്ന് മനസ്സിലാക്കുകയും നടപടി എടുക്കുകയും എന്നില്ല ഇവനക്കറിയാം. മാറ്റിക്കളഞ്ഞു. അതവിടെ ഉണ്ടാവും. ഇപ്പൊ വലിയൊരു കുറ്റമൊന്നുമല്ല. കാരണം ഈ പെൺകുട്ടി ചെറിയ കുട്ടികളെ അങ്ങനെ ചെയ്തുങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് അത് വലിയ കുറ്റമൊന്നുമല്ല. അപ്പൊ അതിന്റെ ഇടക്കാണ് ഇപ്പൊ എന്ത് ചെയ്ത് പുണ്യാളനാകണത്. ഇവനെന്താ തനി ഭ്രാന്ത് പിടിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. യുദ്ധം തുടങ്ങി. ആര് പറഞ്ഞ തുടങ്ങിയേ? വലിയ പിശാച്ചാരാണ് ഇസ്രായേല്, നെതന്യാഹു. ഈ പിശാച്ച് ഇവനെ പിടിച്ചു കൊണ്ടുപോയി നല്ലൊരു മനുഷ്യനേനി. ആ കുട്ടികളൊക്കെ കൊന്നാലും എന്നാലും നല്ല മനുഷ്യനേനി. ആ കൊണ്ടുപോയിങ്ങാണ്ട് ഇവൻ എന്ത് ചെയ്തു? ആ കുണ്ടുക്ക് കൊണ്ടുപോയി ചാടിച്ചു. ആ കുഴിക്ക് ചെന്നാണ് ചാടിച്ചോട് കൂടിയിട്ട് അടിയോടടി തലങ്ങും വിലങ്ങും കൊടുത്താര് ഇറാന്. അപ്പൊ അത് കണ്ട് ഭയപ്പെട്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരം ഹുർമൂസ് തുറക്കണം, എനിക്ക് ശ്വാസം കിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ ഉറുമൂസ് തുറക്കൂല എന്നുള്ള എന്റെ വണ്ടി വിടുന്ന് പറഞ്ഞു. ഉറുമൂസ് തുറക്കണം എന്ന് പറഞ്ഞപ്പോ അവര് തമാശയായിട്ട് ട്വീറ്റ് ചെയ്തു, ഉറുമൂസ് തുറക്കണ താക്കോല് ഞങ്ങൾ ഇതിന്ന് കളഞ്ഞു പോയിക്കണ്. ആര്? ഇറാന് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു എംബസിത്തെ ഒരു ട്വീറ്റാണ്, ഒരു മെസ്സേജാണ്. വളരെ രസമുണ്ടത്. എന്നിട്ട് എന്തായി? ഞാൻ മാത്രം ഇത് പറഞ്ഞ ഞങ്ങൾ വിചാരിക്കും ഞാൻ ഓനെ ഭ്രാന്തനാക്കുകയെന്നാ. തനി ഭ്രാന്ത് പിടിക്കാനുള്ള കാരണം എന്താ? അതൊന്ന് കേട്ടോക്കി. പഴയ ചാക്കാണെന്ന് നമ്മൾ പലതവണ പറയാറുണ്ട്. ഇതില് ട്രംപ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ട്രംപ് പറഞ്ഞത് അവിടുത്തെ നാവികസേനയെ തകർത്തു, അവിടുത്തെ കപ്പലുകൾ മുഴുവൻ മുക്കി, വിമാനങ്ങൾ മുഴുവൻ വെടിവെച്ചിട്ടു, ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളെല്ലാം തകർത്തു, ഇനി അവിടെ ഒന്നും ബാക്കിയില്ല, നിങ്ങൾ ചുമ്മാ കയറി ചെന്നാൽ മതി എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ ഇപ്പോഴും ഇറാന്റെ കൈവശം ഉണ്ട്. അത് തുരങ്കങ്ങളിൽ അവർ സൂക്ഷിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഒരുപക്ഷെ 10,000-കണക്കിന് ഡ്രോണുകൾ. ഇത് വളരെ ചീപ്പാണ്. $1,000 ഇതാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞത്. നിങ്ങൾ ചുമ്മാണ് കയറി ചെന്നാൽ മതി, എല്ലാം തകർത്തിട്ടുണ്ട്, ഇനി അവിടെ ഒന്നുമില്ല. പട്ടാളക്കാരോട് പറഞ്ഞ് എല്ലാവരും റെഡി ആയിക്കോളി, വേഗം കയറിക്കോളി, എന്നിട്ട് വേഗം നമുക്ക് ആ ഇറാനെ പിടിച്ചെടുക്കണം, ഇറാന്റെ എണ്ണക്കണക്ക് കൊണ്ടുവരണം, അവന്റെ അണവായുധങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം, അതിനെല്ലാവരും റെഡി ആയിക്കോളി എന്ന് പറഞ്ഞാണ്ട് റെഡിയാക്കി. പറഞ്ഞു കൊടുത്തതാണ്. അവിടെ എല്ലാം ഞാൻ തകർത്തിക്കണൊക്കെ ശരിയായിട്ടുണ്ട്. നെതന്യാഹു പറഞ്ഞു, ഒരു പേടിക്കണ്ട, ഞാൻ എന്റെ ബങ്കറിൽ ഉഷാറായിട്ട് ഇരുന്ന് കണ്ട് നിങ്ങളെ നിയന്ത്രിച്ചോളാം. അവിടുത്തെ പട്ടാളം പറഞ്ഞു, ഇല്ല, ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞിക്കണ്, യുദ്ധം ചെയ്യാൻ ആൾക്കാരില്ല, ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റൂല. കാരണം എന്താണ്? കാരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അമേരിക്കനോട് പറഞ്ഞു, നീയും നിന്റെ ആൾക്കാരും പോയി യുദ്ധം ചെയ്യ്. പണ്ട് മൂസാനോട് ഇസ്രായേൽ പറഞ്ഞ വാക്ക് തന്നെയാണ്. എന്ത്? എനിക്ക് അതാ ഓർമ്മ വന്നത്. മൂസാ നബി പറഞ്ഞ് നമ്മൾ വരണം, യുദ്ധം ചെയ്യണം, ഇവരെ രക്ഷപ്പെടുത്തിയാണ്ട് കൊണ്ടുവരാം ഫിറോന്റെ അടുത്ത് നിന്ന് ഈ ഇസ്രായേലിയരെ. അപ്പൊ അവർ പറഞ്ഞെന്താ അറിയോ? നീയും നിന്റെ ആളുടെയും പോയി കണ്ട് യുദ്ധം ചെയ്തോ, ഞങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കുകയാണ്. ഏത്? ഈ ഇസ്രായേല്. അതന്നെയാണ് അമേരിക്കനോട് ഇപ്പൊ അവര് പറഞ്ഞത്. ആണോ അല്ലെന്നില്ലേ ഇത് കേൾക്കുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കുക. അപ്പൊ അമേരിക്കന്റെ പട്ടാളത്തിനോട് പറഞ്ഞപ്പോ അമേരിക്കന്റെ പട്ടാളം കരയാൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് അമേരിക്കന്റെ പട്ടാളം കരഞ്ഞത്. അത് വേറെ പറയാണ്ട്. അമേരിക്കന്റെ പട്ടാളം നോക്കുമ്പോ ഇറാൻ എന്ത് ചെയ്തു? ഒരു പോസ്റ്റർ ഇട്ട് കൊടുത്തു. എന്ത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങള് നരകത്തിന്റെ വാതിൽ തുറന്നു വെച്ചിക്കണ്, ഞങ്ങളെ പട്ടാളാണെങ്കിൽ മരിക്കാനായിട്ട് കൊതിച്ച് നടക്കുകയാണ്, ഇവരൊന്ന് കണ്ടളി എന്ന് പറഞ്ഞു. ഇവരെ കണ്ടാൽ തന്നെ പേടിയാവും. ഇവര് മരിക്കാതിരിക്കണേ. അവരാ പോസ്റ്റും അതുവരെ കണ്ടപ്പോ തന്നെ പട്ടാളക്കാർക്ക് എന്തായി? പട്ടാളക്കാർ പറഞ്ഞിട്ട് സംഗതിയിൽ പണി പാടും,
കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങണ കാര്യം കുറച്ച് സംശയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ആ കരയുന്ന രംഗൊന്ന് കാണാം. പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നു, അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. കാരണം ഇവര് ഇതൊന്നും ആഗ്രഹിച്ച് നിൽക്കല്ല ഇവര്. ഈ ഭ്രാന്തന് ഇത് ചെയ്യിപ്പിക്കാണ്. നിങ്ങൾ കണ്ടോക്കി. പാവങ്ങള് സ്വന്തം മക്കളെയും കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയാണ്. കാരണം അവരെയാണ് കാണുന്നത്. അവരാണെങ്കിലോ മരിക്കാൻ നിൽക്കുക. ഇവരാണെങ്കിൽ ജീവൻ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അപ്പൊ അവന് തനി ഭ്രാന്താണ് എന്നുള്ള കാര്യം ഉറപ്പായി. അത് കണ്ട മാർപ്പാപ്പാക്ക് തലക്ക് ദേഷ്യം പിടിച്ചു. മാർപ്പാപ്പ എന്ത് ചെയ്തു? തുറന്ന് കാര്യം പറഞ്ഞു. അവിടെ കാണുക, അമേരിക്കന്റെ പട്ടാളത്തിന് സംഗതി പിടുത്തം കിട്ടിയിട്ട് സംഗതി അവിടേക്കണ്ട് ഇറങ്ങി ചെന്നുകാണ്ട് പണി പാളും. മയ്യത്തേക്കാരം ഞങ്ങളത് ഓരോ പെട്ടിയിലാക്കിയാണ് ഞങ്ങളെ വീട്ടിലേക്ക് എത്തുക. അതുകൊണ്ട് അവർ ഭയപ്പെട്ടുകൊണ്ട് കരയാൻ തുടങ്ങി. അവരുടെ അമ്മയെ, അച്ഛനെ, പെണ്ണുങ്ങളെ, കുട്ടികളൊക്കെ പിടിച്ചാണ്ട് കരയുന്ന രംഗാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. കാരണം ഇവൻ വീടുകയാണ് അങ്ങോട്ട്. കാരണം ഇവന്റെ മകനോ ഇവനും പോണില്ലല്ലോ. ഇവനും ഇവിടെ AC റൂമിൽ ഇരിക്കുകയാണ്. ഇസ്രായേലത്തെ നെത്തന്യാഹു ബങ്കറിന്റെ ഉള്ളിൽ ഓട്ടന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സാധാരണക്കാരെ ആൾക്കാരെ കൊല്ലുകയാണ്. ഇത് കണ്ട മാർപ്പാപ്പാക്ക് മനസ്സിലായില്ല ഇവന്റെ കിളി പോയിക്കണ്, ഭ്രാന്തനയിക്കണ്. ഇപ്പം അമേരിക്കക്കാരെ കൊലക്ക് കൊടുക്കുകയാണെന്നുള്ള കാര്യം 100% ഉറപ്പായി. മറ്റുള്ളാണെങ്കിലോ മരിക്ക സന്തോഷത്തിൽ നിൽക്കുക. കണ്ടില്ലേ റോഡ് കൂടെ ആ ബീരങ്കി മറ്റേ സാധനം മറ്റേ ലോഞ്ചറൊക്കെ പിടിച്ചാണ്ട് റോഡ് കൂടെ സന്തോഷത്തിൽ ഉല്ലസിക്കുക. ഇവര് കുട്ടികളെയും മക്കളെയും പിടിച്ചാണ്ട് കരയുക. ഇതൊരു നേർചിത്രമാണ് സഹോദരന്മാരെ. അപ്പൊ മാർപ്പാപ്പ ഇത് ഇടപെട്ടു. മാർപ്പാപ്പ പറഞ്ഞു ഇവന്റെ ഭ്രാന്തിന് ഈ അമേരിക്കക്കാരെ പോയാണ് കൊലക്ക് കൊടുക്കാൻ നിൽക്കണ്ട, ആവശ്യമില്ലാത്ത പണിയാണ് ഇവ എടുക്കുന്നത്. എന്നിട്ട് അവനോട് പറഞ്ഞെന്താണ്? അതിക്രമിച്ച് കയറിക്കൊണ്ട് ആ രാജ്യത്തിന്റെ ആൾക്കാരെ നിങ്ങൾ കൊല്ലുകയും അത് മാത്രമല്ല ചെറിയ കുട്ടികളെ നിങ്ങൾ കൊല്ലുകയും ചെയ്യുന്നു ബോംബിട്ടുകാണ്ട്. ഇത് നിർത്തണം. ഇത് നീതിയല്ല, അനീതിയാണ്. അതുകൊണ്ട് നീതിയുടെ കൂടെ നിൽക്കണം, സമാധാനത്തിന്റെ കൂടെ നിൽക്കണം. ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കാരണം ഭൂമിയിൽ നല്ല പണ്ഡിതന്മാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, സമാധാനം ആഗ്രഹിക്കുന്നവര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സമൂഹം തെറ്റിപ്പോകുമ്പോൾ അവിടെ മതപണ്ഡിതന്മാരുടെ ധർമ്മം ഇത് തന്നെയാണ്. ആ സമൂഹത്തിന് വരുന്ന വിപത്തിനെ കാത്തു സൂക്ഷിക്കുക. ആ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിന് സംസാരിക്കേണ്ടി വരും. അതിന് കുറച്ചൊന്നും ധൈര്യം പോരാ, നല്ല ധൈര്യം തന്നെ വേണം. ചെറിയ ധൈര്യമല്ലോ എനിക്കൊന്നും പറ്റൂല. ആരോടാ പറയണത്? ഭ്രാന്തനായ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങളാണ് ദൈവം എന്ന് പറയുന്ന ദൈവം പറയാന്ന് മാത്രമേ അവൻ ചിത്രം തന്നെ വരച്ചാണ്ട് കാണിച്ചു കൊടുത്തു. അങ്ങനത്തെ ഉള്ളൊരു മാനസിക അവസ്ഥയിലുള്ള ഫിറൗനിന്റെ ഒരു അനിയനായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് ഈ പണി നിർത്തിക്കളാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചില്ലറ ധൈര്യം പോരാ മാർപ്പാപ്പാക്ക്. അതുകൊണ്ട് മാർപ്പാപ്പാനെ ഞാനൊരു സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളുടെ മതത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞാണ് ശരി എന്ന് പറയുകയും ഇവന് ശരിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, പിടിക്കാനുള്ള കാരണം എന്താണെന്ന് ലളിതമായ രീതിയിലാണ് ഞാൻ കാണിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല കമന്റ് ചെയ്യുക. താങ്ക്